സ്പെയിനിന്റെ രാജാക്കന്മാരായി ബാഴ്സലോണ ഒരിക്കൽ കൂടി മാറിയിരിക്കുകയാണ്. ക്യാമ്പ് നൗവിൽ നടന്ന ആവേശകരമായ എൽ ക്ലാസിക്കോയിൽ റയൽ മാഡ്രിഡിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ബാഴ്സലോണ തങ്ങളുടെ 29ാം ലാലിഗ കിരീടം ഉറപ്പിച്ചു. 3 മത്സരങ്ങൾ ബാക്കി നിൽക്കെയാണ് ബാഴ്സയുടെ ഈ കിരീടധാരണം. എൽ ക്ലാസിക്കോ മത്സരത്തിൽ ലാലിഗ ചാമ്പ്യന്മാരാവുന്നതും ഇത് ചരിത്രത്തിലാദ്യം. മത്സരം തുടങ്ങിയ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ക്യാമ്പ് നൗവിനെ ആവേശത്തിലാഴ്ത്തി മാർക്കസ് റാഷ്ഫോർഡിന്റെ മനോഹരമായ ഗോൾ പിറന്നു. ബോക്സിന് പുറത്തുനിന്ന് റാഷ്ഫോർഡ് തൊടുത്ത കൃത്യതയാർന്ന ഫ്രീ കിക്ക് തിബോത്ത് കോർത്തുവയെ മറികടന്ന് വലയുടെ ടോപ്പ് കോർണറിൽ പതിച്ചു. ബാഴ്സലോണയുടെ കിരീടത്തിലേക്കുള്ള വഴി തുറന്ന ആ ഗോളിന് പിന്നാലെ ഡാനി ഓൾമോയുടെ പാസിൽ നിന്ന് ഫെറാൻ ടോറസ് 2ാം ഗോളും നേടിയതോടെ റയൽ പ്രതിരോധത്തിലായി. ഈ വിജയത്തിന് ഫുട്ബോളിനപ്പുറം വൈകാരികമായ മറ്റൊരു വശവും ഉണ്ടായിരുന്നു. പരിശീലകൻ ഹാൻസി ഫ്ലിക്കിന്റെ പിതാവ് കഴിഞ്ഞ വാരാന്ത്യത്തിൽ അന്തരിച്ചിരുന്നു. തന്റെ ദുഃഖത്തിനിടയിലും ടീമിനൊപ്പം നിന്ന കോച്ചിനായിട്ടാണ് ഗോളുകൾ നേടിയ ശേഷം താരങ്ങൾ ഓടിച്ചെന്നത്. തുടർച്ചയായ 2ാം തവണയാണ് ബാഴ്സലോണ ലാലിഗ ചാമ്പ്യന്മാരാകുന്നത്. ഈ സീസണിൽ സ്വന്തം മൈതാനത്ത് കളിച്ച 18 മത്സരങ്ങളിലും വിജയിച്ചു എന്ന അപൂർവ റെക്കോർഡും ഇതോടെ ബാഴ്സ സ്വന്തമാക്കി. 2ാം സ്ഥാനത്തുള്ള റയലിനേക്കാൾ 14 പോയിന്റിന്റെ അജയ്യമായ ലീഡാണ് നിലവിൽ ഹാൻസി ഫ്ലിക്കിന്റെ പടയ്ക്കുള്ളത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.